തോൽവി പഠിക്കുവാനുള്ള ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പിണറായിയെ വാരിയെടുത്തലക്കുകയാണ് ഇപ്പോൾ സഖാക്കൾ. കപ്പിത്താൻ കപ്പൽ മുക്കിയെന്ന് പലയിടത്തും നേതാക്കൾ പച്ചക്ക് തന്നെ പറയുന്നുണ്ട്. ഇനിയും ഈ തോൽവിയെ ചുമക്കണോ എന്ന വെട്ടിത്തുറന്ന സഖാക്കൾ ഓരോരുത്തരും ചോദിക്കുന്നുമുണ്ട്. എല്ലാ ജില്ലയിൽ നിന്നും പിണറായി ഓടി നടന്ന് അടി ഇരന്ന് വാങ്ങുന്നുമുണ്ട്. ക്യാപ്റ്റൻ മാറി കൊള്ളത്തലവനായിട്ടുണ്ട്. കൂടെയുള്ളവർ തന്നെ കാലുവാരി തുടങ്ങി. എങ്കിലും മുഖ്യനെ ഞെട്ടിച്ചത് കണ്ണൂരിൽ നിന്നുള്ള അടിയാണ്. എന്നാൽ കണ്ണൂരും കൈവിട്ടിട്ട് മുഖ്യനെ താങ്ങുന്നത് ആലപ്പുഴയാണ്. തട്ടകമായ കണ്ണൂരിൽ പോലും കിട്ടാത്ത കരുതലും പ്രതിരോധവും മുഖ്യമന്ത്രിക്ക് ഒരുക്കി ആലപ്പുഴയിലെ CPM. തിരഞ്ഞെടുപ്പ് വിശകലന ചർച്ചയിലാണ് മുഖ്യനെ ഇത്തരം സംരക്ഷണം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നൽകുന്നത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സർക്കാരിന് നേരെ രൂക്ഷ വിമർശനം ഉണ്ടായെങ്കിലും മുഖ്യമന്ത്രിയെ നോവിക്കാതെ ആയിരുന്നു വിമർശനങ്ങളെല്ലാം. വിശകലന യോഗം നടന്ന മറ്റു ജില്ലാ കമ്മിറ്റികളിലെല്ലാം മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയായിരുന്നു ചർച്ച. എന്നാൽ ആലപ്പുഴ കമ്മിറ്റിയിൽ ആധിപത്യമുള്ള സജി ചെറിയാൻ പക്ഷത്തിന്റെ ആസൂത്രണമായിരുന്നു മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്തുള്ള ചർച്ചയെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേർന്ന പാർലമെന്റ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉണ്ടായിരുന്നു. അന്ന് വിമർശിച്ച നേതാക്കൾ പോലും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മിതത്വം പാലിച്ചു. ജയിക്കുമ്പോൾ ക്യാപ്റ്റനെന്നും തോൽക്കുമ്പോൾ കൊള്ളില്ലാത്തവനെന്നും ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് ഹരിപ്പാട്ട് നിന്നുള്ള ഒരു നേതാവ് ചർച്ചയുടെ ആദ്യം തന്നെ പറഞ്ഞത്. ഇതിന്റെ തുടർച്ചയായിരുന്നു മറ്റംഗങ്ങളുടെ എല്ലാ വാക്കുകൾ. ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയിൽ പങ്കെടുക്കാൻ സ്ഥാനാർത്ഥിയായിരുന്ന ആരിഫ് ശ്രമിച്ചെങ്കിലും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാവ് ഇടപെട്ട പിന്നീടത് മതിയെന്ന് വിലക്കി. മുഖ്യമന്ത്രിക്ക് കരുതലൊരുക്കിയുള്ള ചർച്ച ജില്ലയിലെ പാർട്ടി സംഘടനാ വിഷയങ്ങളിലേക്കും നീണ്ടു. ജില്ലാ സെക്രട്ടറിയെ വിമർശിക്കുന്ന തരത്തിലായിരുന്നു ചർച്ചകൾ അത്രയും. പല ഏരിയ കമ്മിറ്റികളിലെയും പ്രത്യേകിച്ച് കായംകുളം, ഹരിപ്പാട് എന്നീ കമ്മിറ്റികളിലെ സംഘടനാ പ്രശ്നം വലുതാക്കാനല്ലാതെ പരിഹരിക്കുവാൻ നേതൃത്വത്തിനായില്ല എന്നും അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും വിമർശനം ഉണ്ടായി. പൊതുവിഷയങ്ങൾ LDF കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായി EP ജയരാജന് നേരെയും വിമർശനം ഉണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതൃത്വത്തിന് പിഴവുണ്ടായെന്ന പരാമർശവും ഉയർന്നു. കയർ, മത്സ്യ നിർമ്മാണ മേഖലകളിൽ അടക്കമുള്ള തൊഴിലാളി വർഗങ്ങൾക്കെതിരായ നിലപാടുകളാണ് സ്വീകരിച്ചെന്ന വിമർശനം വിലക്കുകൾക്കിടയിലും സർക്കാരിനെതിരെ ഉണ്ടായി. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചയും പരാമർശിക്കപ്പെട്ടു. കയർ വകുപ്പ് മന്ത്രി P രാജീവിന് നേരെയും കടുത്ത വിമർശനമുണ്ടായി. കയറിനെ അറിയാത്ത മന്ത്രിയെ അറിയുന്നവരെ കേൾക്കാനും തയ്യാറാകുന്നില്ല എന്നായിരുന്നു വിമർശനം. പ്രവർത്തനം ശരാശരി നിലവാരത്തിൽ പോലും എത്തുന്നില്ല. ജനങ്ങളെയും സാധാരണക്കാരെയും ബോധ്യപ്പെടുത്താനുള്ള കഴിവുകൾ മന്ത്രിമാർക്കില്ല എന്ന വിമർശനവും ഉണ്ടായി.